ടോപ്പിക്ക് വരുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് അത് ചോദിച്ചത് എന്ന് എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞാല് ഞാന് കുറേ നാളായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രഗിളിങ് പോയിന്റ്സ് ഇങ്ങനെ മൈൻഡിൽ കണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് ഇനി ഒന്ന് സമാധാനത്തിൽ ജീവിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതോ ഒരു പോയിന്റിലാണ് ഞാൻ വിചാരിച്ചത്, എനിക്ക് റിയലൈസേഷൻ വന്നത്, ഞാൻ ഇങ്ങനെ ഈ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ലൈഫിനെ ഞാൻ എവിടെയോ എന്ത് ചെയ്യാൻ മറക്കുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജീവിക്കാൻ മറന്നു പോകുമ്പോൾ എനിക്ക് ഉം, എന്ത് ചെയ്യാൻ പറ്റൂല. ഈ ഒരു നിമിഷത്തെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ ഇപ്പോഴത്തെ മക്കളെ, ഈ മക്കളുടെ ഈ ഒരു ചൈൽഡ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ മക്കളാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു ചൈൽഡിഷ്നെസ്സും അതൊക്കെ നമുക്ക് ഇപ്പം മാത്രമേ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മക്കളൊക്കെ കുറേ വലുതായി കഴിയുമ്പോൾ അവരുടെ ആ ഒരു കുട്ടിത്വവും ആ കളിയും ചിരിയും അവരുടെ വാക്കുകളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും പ്രഷ്യസ് ആയ, ഇനി നാളത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത സമയമാണ്. നാളെ ഉണ്ടാകും ഇല്ലെങ്കിൽ നാളെ എനിക്ക് ആയുസ് ഉണ്ടാവും, മക്കൾ ഉണ്ടാവും, ഇതൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സമയത്തിലേക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ സമയങ്ങൾ നമ്മൾ വെറുതെ എന്താ ആ ഒരു കാര്യം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുക. മക്കളുടെ കൂടെ ഒന്ന് കളിക്കാനോ ചിരിക്കാനോ ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് തന്നെ ഒന്ന് എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ. എവിടേക്കോ ആഹ്, എന്താ മോർണിംഗ് ആവുന്നു, പിന്നെ രാത്രിയാവുന്നു, ഇത് മാത്രം അറിയാൻ പറ്റുന്നത്. ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ലൈഫിൽ നിന്ന് എനിക്കൊരു റിയലൈസേഷൻ വന്നു. അപ്പോഴാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഫീല് എനിക്ക് ഫീൽ ചെയ്തത്. അതിനു മുന്നേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ടായില്ല. അപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത്രയും നാളും ഞാനിപ്പോ എന്ത് ചെയ്യായിരുന്നു, എൻ്റെ ജീവിതം എവിടെയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചൊരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരാഴ്ചയായിട്ട് പിന്നെ എന്നിലേക്കും ഞാൻ കൂടുതൽ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. ഞാൻ മക്കളുമായിട്ട് കുറച്ചൊക്കെ മക്കൾക്ക് സമയം കൊടുക്കും, അവരുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ സമയം കൊടുക്കുമായിരുന്നെങ്കിൽ പോലും ഞാൻ എൻ്റെ സെൽഫായ ഏരിയാസ് ഉണ്ടല്ലോ അതിൽ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് വീഴ്ച വരുത്തും. ഇപ്പോൾ എന്താ പറയാ, എൻ്റെ ഇഷ്ടങ്ങള്, അതുപോലെ എൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് വീഴ്ച വരുത്തി. ഹെൽത്ത്, അങ്ങനെ പല കാര്യങ്ങളിലും ഞാൻ ഫോക്കസ് തീരെ കുറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ അതിലേക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി. ആ, ഏതൊക്കെ ഏരിയാസ് ആണ് ഞാൻ തീരെ ടച്ച് ചെയ്യാതിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാനും അതിൽ ഞാൻ വർക്ക് ചെയ്തു. നമുക്ക് ഏകദേശം എന്താ പറയാ, ഉം, നമുക്ക് ഓരോ എനർജി ചക്രാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഓരോ എനർജി ചക്രാസിലും നമ്മുടെ കറക്റ്റ് എനർജി ഫ്ലോ നടന്നാലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഏതൊക്കെ എനർജി ചക്രാസിലാണ് എനിക്ക് ബ്ലോക്ക് ഉള്ളത്, എന്തൊക്കെയാണ് ഇനി അവിടെ, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൽ ആഡ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ എൻ്റെ എനർജി ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി പറ്റുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അനലൈസ് ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് തീരുമാനങ്ങൾ ഞാൻ എടുത്തു. അതുപോലെ തന്നെ എന്താണ്, കുറേ നാളുകളായിട്ട് ഞാൻ സ്റ്റക്കായി കടന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു മക്കളുടെ കാര്യത്തില്. അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസിപ്ലിൻ ആക്കണം എന്ന് ഞാൻ ഇങ്ങനെ കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് തുടങ്ങിയ സ്റ്റാർ ചാർട്ട് ആ ഒരു സംഭവം 1 മന്ത് കഴിഞ്ഞോട് കൂടിയിട്ട് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞാനൊരു സ്റ്റാർ ചാർട്ട് കാര്യങ്ങളൊക്കെ ഏഹ്, എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അന്ന് എനിക്ക് ചില ദിവസങ്ങളിലൊക്കെ
ഈ സ്റ്റാറിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ ഇടാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ ഞാൻ എന്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് എനിക്കത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ എവിടേക്കോ നമുക്ക് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എനർജി ഫ്ലോ നമ്മളിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഏറ്റവും മുകളിലുള്ള എനർജി ചക്രയാണ് ക്രൗൺ എനർജി എന്നൊക്കെ പറയുന്നത്. ഇവിടെ തേർഡ് ഐ എന്നൊക്കെ പറയും, മൂന്നാം കണ്ണ്, അതേന്ദ്രിയം അങ്ങനെയൊക്കെ പറയുന്ന ഈ ഓരോ എനർജി ഫ്ലോ ഉണ്ട്. ഇവിടെ ഹാർട്ട് ചക്ര ഉണ്ട്. അതുപോലെ ഇവിടെ പവർ ആയിട്ടുള്ള പവർ റിസോഴ്സ് ചെയ്യുന്ന ചക്രയുണ്ട്. അപ്പോൾ താഴെ നമുക്ക് ഏറ്റവും താഴെയുള്ളത് റൂട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ പേരൻസ്, നമ്മുടെ റിലേഷൻഷിപ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ റൂട്ട് ചക്രയിലാണ്. അപ്പം ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ത്രോട്ട് ചക്രയാണ്. അതായത് നമ്മുടെ ഇവിടെ ഈ ഭാഗത്തുള്ള ചക്രയാണിത്. അപ്പം ഇങ്ങനെ ഓരോ ചക്രയിലും ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ഒരു മാർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കി, എന്നിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് കൊടുത്താലാണ് ഇനി കുറച്ചും കൂടി ബെസ്റ്റ് ആക്കിയിട്ട് എന്നെ മാറ്റാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെൽഫിലേക്ക് നന്നായിട്ട് കുറേ സമയം ഫസ്റ്റ് ഒക്കെ കുറച്ച് സമയം ഇരിക്കാന്ന് പറയുമ്പോൾ തന്നെ സമയമായില്ലേ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ എത്ര സമയമാണോ സെൽഫിന്റെ കൂടെ ഇരിക്കുന്നത് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റി. പിന്നെ ഓരോ ഇമോഷൻസ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ഓരോ ഇമോഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള എന്താ പറയാ ജഡ്ജ്മെന്റും കാര്യങ്ങളൊക്കെ വരും. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അതുപോലെ സൊസൈറ്റിയുടെ ഉള്ളിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ഗിൽറ്റ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഗിൽറ്റ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവരെന്താ അങ്ങനെ ചെയ്യുന്നത്, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ആ ഒരു തോട്ട് വരുമ്പോൾ ആദ്യം ഞാൻ വിചാരിക്കും ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തന്നെ ഒന്ന് കുറ്റപ്പെടുത്തും. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ഇപ്പോ ഞാൻ എന്നെ അത് ചിന്തിക്കാൻ അങ്ങോട്ട് അലോ ചെയ്ത് കൊടുത്തു. നമ്മൾ എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യാ ആ ഒരു സംഭവത്തിനെ നമ്മൾ ഇങ്ങനൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ എത്രത്തോളം ആ ഒരു തോട്ടിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും ഡിഫിക്കൽട്ടായിട്ട് മാറുന്നുള്ളതാണ്. ഇത് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇത് വീണ്ടും വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം എന്ന് വേണ്ടിയിട്ട് പറ്റണം ഇങ്ങനെ ആ ഒരു തോട്ട്, എന്ത് തരം തോട്ടാണെങ്കിലും അതിനെന്ത് ചെയ്യണം അലോ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാ സമയത്തും എല്ലാവരെ കുറിച്ചും ബെസ്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റണം എന്നില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പോൾ എന്ത് തോട്ട് വരുന്നുണ്ടെങ്കിലും അതിനൊക്കെ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നമുക്കറിയാം ഏറ്റവും ബെസ്റ്റായിട്ടാണ് എല്ലാവരെ കുറിച്ചും ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മളിലേക്ക് വരുന്ന ഓരോ ഇമോഷൻസിനെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാം അത് ഓട്ടോമാറ്റിക് ആയിട്ട് സോൾവ് ആയി പോവുക. ഇപ്പൊ എന്ത് വന്നോട്ടെ, എന്ത് ക്രിട്ടിക്കലായിട്ടുള്ള ഇനിയിപ്പോ ചിലപ്പോ ചില ആളുകൾക്ക് റബ്ബിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വരും. എന്താ ഇപ്പൊ റബ്ബ് എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണേ, ഇല്ലെങ്കിൽ എനിക്ക് എന്തിനാ ഇങ്ങനത്തെ ഒരു ലൈഫ് തന്നെ, എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണം, ഇങ്ങനെയൊക്കെ തോന്നും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെയാ. അപ്പോ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിച്ചോട്ടെ, പറഞ്ഞോട്ടെ, നമ്മുടെ മൈൻഡല്ലേ. അപ്പോൾ അതിനുള്ള കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ മക്കള് ചെറിയ പ്രായത്തില് നമ്മുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അതെന്താ ഉമ്മ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഈ ആകാശം ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് പറയേണ്ടത്. അവരെയും ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞു മനസ്സുണ്ട്. ആ കുഞ്ഞു മനസ്സിനും ഒരുപാട് ക്വസ്റ്റ്യൻസും ആവലാതികൾ പറയാനും കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഷെയർ ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ, അതിന് അനുവദിച്ചു കൊടുക്കുക. അത് അതിൻ്റെ ആഗ്രഹങ്ങളും അതിൻ്റെ സ്വപ്നങ്ങളും അതിൻ്റെ വിഷമങ്ങളും പിന്നെ ആരോടാ പറയാം.
അപ്പോൾ അതിനൊന്ന് അനുവദിച്ചു കൊടുത്തിട്ട് അതെല്ലാം കേട്ടിരിക്കുക. നമ്മൾ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് റോളുകൾ ഒരുമിച്ച് എടുക്കാൻ പറ്റും. ഒരുമിച്ച് എടുത്ത് പോവുകയാണെങ്കിലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറാൻ വേണ്ടി പറ്റുക. കാരണം നമ്മളെല്ലാവരും നമ്മുടെ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ പ്യുവറാണ്. നമ്മൾ ഏറ്റവും പ്യുവറായിട്ടാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിലേക്ക് സൊസൈറ്റിയിൽ നിന്നും ഒക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയ പല ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ ഒന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാനോ, നീയോ, നിനക്ക് പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഒന്നിനും പറ്റാത്തവരായിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത് റബ്ബ്. നമ്മളെ എല്ലാത്തിനും പറ്റുന്ന രീതിയിൽ റബ്ബിന്റെ ഖലീഫയാണ്, പ്രതിനിധിയായിട്ടാണ് റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും പ്യുവറായിട്ട് ഇപ്പൊ നമുക്കൊന്നിനും പറ്റൂലെങ്കിലും എല്ലാത്തിനും പറ്റുന്ന ഈ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചിട്ടുള്ള, നമുക്ക് കണ്ണെത്താൻ പോലും പറ്റാത്തത്രത്തോളം വിശാലമാക്കിയിട്ട് പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ റബ്ബിനെല്ലാം പറ്റൂലോ. അപ്പൊ ആ ഒരു റബ്ബിന്റെ സൃഷ്ടിയല്ലേ നമ്മള്. പിന്നെ നമ്മളെ എന്തിനാ നമ്മൾ കൊച്ചാക്കുന്നത്, ചെറുതാക്കുന്നത്? നിനക്ക് പറ്റൂ, നിനക്ക് അങ്ങനെ പറ്റൂ, നിനക്ക് ഇങ്ങനെ പറ്റൂ എന്നൊക്കെ ചോദിച്ചിട്ട് ചെറുതാക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരുപാട് സ്ക്രാച്ചുകളും വൂണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കേട്ടിരിക്കുക. അതൊക്കെ കേട്ടിരുന്നിട്ട് ഒരു ഒരു കുട്ടിയുടെ കുറേ സങ്കടങ്ങൾ ഒരു ഉമ്മ കേട്ടിരിക്കുന്ന പോലെ അതൊക്കെ കേട്ടിരുന്നിട്ട് അതിനൊക്കെ ഓക്കെ, ഓക്കെ മോനെ, എന്ത് വന്നാലും എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങളും എല്ലാം കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കുക. നമ്മുടെ കൂടെ നിന്നാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുക. എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ തടസ്സം ചെയ്യുന്നത് നമ്മുടെ മൈൻഡാണ്. പുറത്തു നിന്ന് അതുപോലെ നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ നമ്മളിലേക്ക് ഇതേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ഫിയർ ഇങ്ങനെ ഇട്ടുതരിക. ദേ, ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇ- ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കും കേട്ടോ. ഈ ഒരു ഫിയർ ഓൾറെഡി നമ്മൾ വച്ചിട്ട് അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഉള്ളിനുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. അതിനിങ്ങനെ നർച്ചർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കുക മക്കളുടെ കൂടെ. എവിടെയൊക്കെയോ എന്ത് ചെയ്യുക, എന്തോ സ്ട്രെസ്സിലായിട്ട് ജോലി ഭാരം, വീട്ടിലെ ജോലി, അതൊക്കെ വീട്ടിലെ ജോലിയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒരു ടൈമൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ടൈമൊക്കെ വെച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീട്ടിലെ ജോലി ഇന്ന ടൈമിൽ ഇന്നത്, അത് മോർണിംഗിൽ തന്നെ നമുക്ക് കുറച്ച് നമ്മളുടെ സെൽഫിലേക്കൊക്കെ കുറച്ച് സമയം കൊടുത്തിട്ട് നമ്മൾ മോർണിംഗിൽ തന്നെ നല്ല ആക്റ്റീവായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പെട്ടെന്ന് ജോലികൾ കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. ഈ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് ഇഷ്ടപ്പെട്ട വായിക്കാനോ എഴുതാനോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിലേക്കൊക്കെ സ്പെൻഡ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഖുർആൻ ഓതാനാണെങ്കിൽ അത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഇപ്പോ റബീഉൽ അവ്വൽ മാസമൊക്കെ വരുന്ന സമയമാണ്. നമുക്ക് ഒരു നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം പറ്റിയ ഒരു റോൾ മോഡൽ നമുക്കില്ല. അപ്പൊ തങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനും അവിടുത്തെ മൈൻഡ് സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു, എത്രത്തോളം പ്രയാസങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഏറ്റവും വലിയ താങ്ങും തണലുമാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ അല്ലെ. അപ്പൊ മാതാപിതാക്കള് എന്താ പറയാ, ഏഹ് മാതാപിതാക്കളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എത്ര ആ ഒരു നർച്ചറൻസ്, അവിടുത്തെ മൈൻഡ് സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഓരോ പ്രയാസങ്ങൾ വന്ന് പറയുന്ന, ഇല്ലെങ്കിൽ
എന്താ പറയാ, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പക്ഷെ എനിക്ക് വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊരു ആൾക്ക് അത്രത്തോളം സ്വന്തം ഉള്ളിലുള്ള വികാരങ്ങൾ മൊത്തം പങ്കുവെക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായിരുന്നത്. അവനോടും അവരോടും എന്ത് ചെയ്ത് വളരെ കാരുണ്യത്തോട് കൂടിയിട്ട്, നിന്റെ ഉമ്മയെ നിനക്ക് അങ്ങനെ പറ്റുമോ, നിന്റെ സഹോദരിയെ നിങ്ങൾക്ക് അങ്ങനെ പറ്റും എന്നുള്ള രീതിയിൽ, എന്ത് വ്യഭിചാരം മാറിയിരിക്കാൻ പറ്റുന്നില്ല എന്നോ, ഇങ്ങനെയല്ല, എത്രത്തോളം കാരുണ്യത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുമാറിയിട്ടുള്ളത്. നമുക്കൊന്നും കാണണ്ട മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ഓരോ ആളുകളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ജഡ്ജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഞാൻ പറയാം. കാരണം അതൊക്കെ ഒരു പാറ്റേൺ ആയിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ അതിനെ അനുവദിച്ചു കൊടുക്കുക. നമ്മൾ എത്രത്തോളം ഈ എന്താ പറയാ, ഈ സ്പ്രിങ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനി ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഇങ്ങനെ പ്രഷർ ചെയ്ത് ഇങ്ങനെ താത്തി 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 ഇപ്പൊ തങ്ങൾ ഇങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്, ഞാൻ ഇനി ഇങ്ങനത്തെ ജഡ്ജ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്പ്രിങ്ങിനെ ഇങ്ങനെ കാത്തുന്ന പോലെ നമ്മളിങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ തോട്ട്സിനെ ഒക്കെ ഇങ്ങനെ പ്രഷർ ചെയ്ത് വെച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് അതിങ്ങനെ പൊങ്ങി തെറിക്കും. ഒരു എത്രത്തോളം നമ്മൾ പ്രഷർ ചെയ്ത് വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതിങ്ങനെ നന്നായിട്ട് പ്രഷർ ചെയ്തിട്ട് പൊങ്ങി വരും. അപ്പൊ അതുപോലെയാണ് നമ്മൾ എത്രത്തോളം നമ്മുടെ ഇമോഷൻസിനെ ഇങ്ങനെ സപ്രസ് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ടോ അത് അത്രത്തോളം പേഴ്സീവ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ അനുവദിച്ചു കൊടുക്കുക. അതിലും വലിയൊരു മരുന്നില്ല. അതിന് പിന്നെ അനുവദിക്കാതെ ഇരുന്നാല് ഏഹ്, പിന്നെ ആരാണ് ഇതൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കുക? നമ്മളല്ലാതെ പിന്നെ ആരാണ് നമ്മളെ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാം, അതിനൊക്കെ അനുവദിച്ചു കൊടുത്തിട്ട് ഏഹ്, ഒന്ന് ഈ ഒരു നിമിഷം ഇതാണ്, ഇനിയിപ്പോ കഴിഞ്ഞു പോയത് പോയതാണ്. അതുപോലെ വരാനിരിക്കുന്നത് നമുക്ക് ഉറപ്പില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിലൊന്നും ഉറപ്പൊന്നും റബ്ബ് തന്നിട്ടില്ല. ഇത്ര നാൾ വരെ നീ ഇവിടെ ജീവിച്ചോ, ഇത്ര ദിവസം വരെ നിനക്ക് ഇവിടെ ജീവിക്കാം, ഒരു ഉറപ്പില്ലാത്ത ജീവിതമാണ് നമ്മുടെ. അപ്പൊ എന്ത് ചെയ്യാ, പോയോ? ഉം. അപ്പൊ എന്ത് ചെയ്യാ, ആ ഉറപ്പില്ലാത്ത ജീവിതത്തില് നമ്മൾ എന്ത് ചെയ്യാ, അത് എത്ര നാളാണെന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു നിമിഷം ഇതാണ് എനിക്കുള്ള ചോയ്സ്. ആ ഒരു ചോയ്സ് എന്ത് ചെയ്യാ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു ചോയ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അപ്പോ മക്കളുടെ അടുത്തും ഒക്കെ ഒന്ന് സന്തോഷം, കളികള്, ചിരികള്, അതിലൊക്കെ ഒന്ന് ഏർപ്പെടുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഏഹ് നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടിയെയും ആക്ടിവേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒക്കെ ചെയ്യുക. നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊക്കെ വാല്യൂ കൊടുക്കുക. നമ്മുടെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ചെറിയ രീതിയിൽ എക്സസൈസ്, അതുപോലെ വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കാം. അതുപോലെ നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കെയർ കാര്യങ്ങളുണ്ട്, അത് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബന്ധങ്ങൾ, നമുക്ക് എപ്പോഴാ നമ്മുടെ ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. നമുക്കുള്ള ബന്ധങ്ങൾ അത് നമ്മുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാ. നമ്മുടെ ഉമ്മമാര്, നമ്മുടെ വാപ്പമാര്, നമ്മുടെ വല്യമ്മ, വല്യപ്പ, അങ്ങനെയുള്ള ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഏഹ്, അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട്, എന്താ പറയാ, നമ്മുടെ ഈ തിരക്കിനിടയിൽ അവരൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളെ നർച്ചറൻസിൽ അവർക്ക് ഒരുപാട് പങ്കുണ്ട്. അവർ എടുത്തിട്ടുള്ള ഒരുപാട് എഫേർട്ട് ഉണ്ട്. നമ്മുടെ ഫോൺ കോളുകളും ഒക്കെ അവർ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, ഞാന് ഓരോ ദിവസവും തിരക്കിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ തിരക്കിപ്പെട്ടു പോയി ഒരു ദിവസം എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് എത്രത്തോളം റിഗ്രഷൻ ആയിരിക്കും. എൻ്റെ സ്നേഹം എനിക്ക് പങ്കുവെക്കാൻ പറ്റാതെ അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത്. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് എൻ്റെ ബന്ധങ്ങൾ മൊത്തം ഞാൻ വിളിച്ച് സന്തോഷങ്ങൾ പങ്കിട്ട്, നമുക്ക് ഈ ഒരു അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ
ആ സന്തോഷങ്ങളൊക്കെ പങ്കിടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മാസത്തിലോ ഒക്കെ ഉം, നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയും അതുപോലെ നമ്മുടെ പേരൻസിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുക. നമ്മുടെ തിരക്കിനിടയിൽ നമ്മളുടെ കാര്യങ്ങൾക്കിടയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബന്ധങ്ങൾക്ക് വില കൊടുക്കാതിരിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് ജീവിച്ചു നോക്കുക. നമുക്കും എത്ര പ്രയാസത്തിന്റെ ഇടയിലാണെങ്കിലും നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് സെൽഫിലേക്ക് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. കുറച്ച് സമയം നമ്മുടെ കൂടെ ഇരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മക്കളെ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ജീവിച്ചു എന്നുള്ളൊരു ഫീല് കിട്ടും. അപ്പോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാം. ഞാനിങ്ങനെ ജീവിക്കുന്നുണ്ട്. ജീവിച്ചു തുടങ്ങിയപ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ എൻ്റെ സമയം ഏഹ്, വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നേരത്തെ ഒക്കെ വൈഫൈ റീചാർജ് ചെയ്താല് പെട്ടെന്ന് തന്നെ വൈഫൈ കഴിയുന്നതായിട്ട്, ഓ ഈ ഒരു മാസം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു ഫീലാണ് എനിക്ക് വരിക. പക്ഷെ ഇപ്പോഴത്തെ ഓരോ റീചാർജ് കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും, ഇതെന്താ ഇ- ഏഹ് ഇതെന്താ കഴിയാത്തെന്നാ ഞാൻ വിചാരിക്കുക. കാരണം ഇത് കഴിഞ്ഞിട്ടില്ലല്ലോ എനിക്ക്. പക്ഷെ ഒരുപാട് ദിവസമായല്ലോ റീചാർജ് ചെയ്തിട്ട് എന്നുള്ള രൂപത്തിൽ എനിക്ക് തോന്നുക. അപ്പോ എനിക്കിപ്പോ മനസ്സിലായി ഞാൻ ഇത്രയും നാളും എൻ്റെ ജീവിതത്തെ ഞാൻ ആസ്വദിക്കുന്നില്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. എന്ത് ചെയ്യുക? ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴാണ്, നിമിഷമാണ്. നാളത്തെ കാര്യം നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു നിമിഷം കഴിഞ്ഞു പോയത് പാസ്റ്റാണ്, അത് കഴിഞ്ഞു പോയി. അതിന് അനുവദിച്ചു കൊടുക്കുക. അതിലുള്ള വിഷമങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കുക. ഈ ഒരു നിമിഷം നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൈകളിലുള്ള ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ല എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെഷനിൽ കാണാം. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഈ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് പേഴ്സണലി നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام ورحمة الله وبركاته.